हमारे देश का सबसे बड़ा बैंक स्टेट बैंक ऑफ इंडिया अपने करंट अकाउंट में उसने एक नया कॉलम ऐड किया है, मल्टी लेवल मार्केटिंग फ्रॉम, वो भी हमें एक रिकॉग्निशन दे रहा है. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കറണ്ട് അക്കൗണ്ട് കൊടുക്കുന്നതിനുള്ള നിബന്ധനയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. एंड रिसेंटली ऑन 19th फरवरी को केरला के सीएम ने डायरेक्ट सेलिंग मॉनिटरिंग जो अथॉरिटी है वो पब्लिक के बीच में हजारों लोगों के बीच में डिक्लेयर किया. ഫെബ്രുവരി 19 കേരള ഗവൺമെന്റ് ചീഫ് മിനിസ്റ്റർ ഡയറക്ട് സെല്ലിംഗിന്റെ മോണിറ്ററിംഗ് അതോറിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് പബ്ലിക്കായിട്ട് 10,000 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപനം നടത്തി. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ മോണിറ്ററിംഗ് സംവിധാനം കൊണ്ടുവന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറി. On 8 मार्च हमने दिल्ली में डायरेक्ट सेलिंग वुमेन डे सेलिब्रेट किया एंड इन दैट इवेंट 2 चीफ मिनिस्टर ऑफ इंडिया वर प्रेजेंट. കഴിഞ്ഞ മാർച്ച് 8 ഡൽഹിയിൽ നമ്മൾ ഡയറക്ട് സെല്ലിംഗ് വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തു. അതിൽ 2 സംസ്ഥാന മുഖ്യമന്ത്രിമാര് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. One from Uttarakhand, CM Pushkar Singh Dhami, and another was Delhi CM Rekha Gupta. 2 സിഎംമാര്, ഒന്ന് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ശ്രീ പുഷ്കർ സ്വാമി എന്ന് പറഞ്ഞ ആളും അതുപോലെ ഡൽഹിയിലെ മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും, അങ്ങനെ 2 മുഖ്യമന്ത്രിമാര് അതിൽ പങ്കെടുത്തു. लेकिन ये सब जानने के बाद भी बहुत सारे लोग अब भी आरसीएम को नहीं कर रहे हैं, वो मन बना रहे हैं कि चलो मैं सोचता हूं करने का. ഇത്രയൊക്കെ ആയിട്ടും പല ആളുകളും ആർസിഎം ചെയ്യണോ വേണ്ടയോ എന്നുള്ള 2 മനസ്സിലാണ് ആലോചിച്ച് നോക്കട്ടെ, ഞാൻ നോക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. वो ये सोचते हैं किसी दिन सपने में भगवान आएंगे, उनको पकड़ के खिलाएंगे और उनको कहेंगे कि जल्दी उठ और आरसीएम कर ले. അവർ വിചാരിക്കുന്നത് ഒരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ട് നിങ്ങളെ വിളിച്ചേൽപ്പിച്ച് പറയും, എഴുന്നേക്കൂ, നിങ്ങളും ആർസിഎം ബിസിനസ് ചെയ്യൂ എന്ന്. അങ്ങനെ ദൈവം വന്ന് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. लेकिन ऐसा होगा नहीं. भगवान के पास में इतना टाइम नहीं है कि वो हर व्यक्ति के पास में आए और उसको जगाए. എന്നാൽ ഓരോരുത്തരുടെ അടുത്ത് വന്ന് ഓരോരുത്തരെയും വിളിച്ചുണർത്താൻ ദൈവത്തിന് സമയമില്ല. There is a very beautiful line in Hindi. यूं तो लाखों बहाने आते हैं उसे परमात्मा को जगाने के, लेकिन घरों पे दस्तकें देने खुदा जाया नहीं करते. वो किसी के घर पे बैल बजाने नहीं जाते हैं, वो कोई न कोई व्यक्ति को आपके पास में अपॉर्चुनिटी देके भेज देते हैं और आपको आरसीएम अपॉर्चुनिटी इसीलिए दिया है. ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, എല്ലാവരുടെയും വീട്ടിൽ പോയി അവസരം കാണിച്ചു കൊടുക്കാൻ, വിളിച്ചേൽപ്പിച്ച് ബെല്ലടിച്ച് വിളിച്ചേൽപ്പിച്ച് അവസരം കാണിച്ചു കൊടുക്കാൻ ദൈവത്തിന് കഴിയില്ല. എന്നാൽ എല്ലാവർക്കും ഒരു അവസരം ആരെങ്കിലും മുഖാന്തരം ദൈവം എത്തിച്ചു കൊടുക്കും. അങ്ങനെ കിട്ടിയ അവസരമാണ്, ദൈവം തന്ന അവസരമാണ് ആർസിഎം. So RCM is a big opportunity, grab it. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണ് ആർസിഎം, അതിനെ മുറുകെ പിടിക്കുക. बहुत सारे लोग आपको आरसीएम छुड़ाने के लिए माहौल तैयार करेंगे, तो इसलिए इसको मजबूती के साथ में पकड़ लीजिए. ധാരാളം ആളുകൾ നിങ്ങളെ ആർസിഎമ്മിൽ നിന്ന് എന്താ പറയുക വേർപെടുത്താൻ ശ്രമിക്കും, നിങ്ങളെ പിന്തിരിപ്പിക്കാൻ, നിങ്ങളെ പിന്നോട്ട് വലിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് ആർസിഎമ്മിനെ മുറുകെ പിടിക്കുക, വിട്ട് കളയരുത്. क्योंकि आरसीएम एक चेंज है, एक बदलाव है, और बदलाव को सब लोग जल्दी से स्वीकार नहीं करते हैं. കാരണം ആർസിഎം എന്ന് പറയുന്നത് ഒരു മാറ്റമാണ്. ഒരു മാറ്റത്തെ പൊതുവെ ആളുകൾ എളുപ്പത്തിൽ സ്വീകരിക്കാറില്ല. മാറ്റത്തിന് വിധേയമാകാൻ ആളുകൾ തയ്യാറാവില്ല. आज तक कभी ऐसा नहीं हुआ है कि हम अपने घर का सामान खरीदें और घर का सामान खरीदने के बदले में हमें हर महीने पैसा आता रहे. ഇന്ന് വരെ നടക്കാത്ത ഒരു കാര്യമാണ് വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുക, സാധനം വാങ്ങിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിലേക്ക് പൈസ വരിക എന്നുള്ളത്.
ऐसा अब तक नहीं हुआ है कि हम लोगों की सहायता करें, हम परमात्मा से प्रार्थना करें कि उनके घर में रॉयल्टी आ जाए, उनके घर में गाड़ी आ जाए, उनका अच्छा सा घर बन जाए और उनके बनने के साथ में हमारा भी बन जाए। നമ്മുടെ കൂടെ വന്ന ഒരാൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകണം, അവർക്ക് വീട്ടിൽ വരുമാനം കിട്ടണം, അവർക്ക് നല്ലൊരു വീടുണ്ടാകണം, അവർക്ക് വാഹനം വാങ്ങിക്കാൻ സൗകര്യം ഉണ്ടാകണം എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് അവർക്ക് കിട്ടുമ്പോൾ അതിനോടൊപ്പം നമുക്ക് കൂടെ കിട്ടുന്ന ഒരു പരിപാടി ഇതിനു മുമ്പ് വേറെ എവിടെയും ഉണ്ടായിട്ടില്ല, കേട്ടിട്ടില്ല. आपको ये जान के बहुत खुशी होगा कि देयर आर लैक्स ऑफ पीपल जिनके पास में हर महीने पैसा आता है क्योंकि वो आरसीएम के प्रोडक्ट यूज करते हैं. ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ആർസിഎമ്മിന്റെ ഉൽപ്പന്നം ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രം അവരുടെ വീട്ടിൽ പൈസ വരുന്ന ആളുകൾ. हजारों लोग हैं जिन्होंने आरसीएम ज्वाइन करने के बाद में अपना नौकरी को छोड़ दिया और वो फुल टाइम आरसीएम कर रहे हैं. ആയിരക്കണക്കിന് ആളുണ്ട് ആർസിഎമ്മിൽ ജോയിൻ ചെയ്തിട്ട് ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ ജോലി വേണ്ടത് വെച്ച് ഫുൾ ടൈം ആയിട്ട് ആർസിഎം ചെയ്യുന്ന ആളുകളുണ്ട്. और ऐसे हजारों स्टूडेंट हैं, उन्होंने एजुकेशन कंप्लीट करने के बाद में उन्होंने नौकरी नहीं किया, उन्होंने आरसीएम को एक करियर के रूप में अडॉप्ट किया. അതുപോലെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ജോലി ചെയ്യാൻ പോകാതെ ആർസിഎം ഒരു കരിയറായിട്ട് എടുത്ത ധാരാളം യുവാക്കൾ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. मैं आपको इनवाइट करता हूं कि आप 25 मई को दिल्ली में आइए. वहां पे एक स्पेशल प्रोग्राम डिजाइन किया गया है.